തോൽവി തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ എഫ്.സിയോട് 1-0 തോറ്റു. തുടർച്ചയായി 4-ാം മത്സരത്തിലും പരാജയപ്പെട്ടുവെങ്കിലും ഇത്തവണ ബ്ലാസ്റ്റേഴ്സിനെ കുരുക്കിയത് നിർഭാഗ്യം. മോഹൻ ബഗാൻ, മുംബൈ എഫ്.സി, ഇന്റർ കാശി കൊമ്പനെ ഇത്തവണ തളച്ചവരുടെ കൂട്ടത്തിൽ ഇനി ചെന്നൈ എഫ്.സി കൂടി. 4-ാം കളി അവസാനിച്ചപ്പോഴും പോയിന്റ് ടേബിളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കോളത്തിൽ ശൂന്യത മാത്രം ബാക്കി. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ചെന്നൈയിൻ എഫ്.സിയോട് കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റത്. തോൽവിയുടെ പടുകുഴിയിലാണെങ്കിലും പ്രതീക്ഷ അവശേഷിപ്പിക്കുന്ന പ്രകടനം ചെന്നൈക്കെതിരെ ഇന്നുണ്ടായി. തുടക്കം മുതൽ ആക്രമണോത്സുകരായിരുന്നു കേരളമെങ്കിലും ദൗർഭാഗ്യം കൂച്ചുവിലങ്ങിട്ടു. ഗോൾമുഖത്തേക്ക് അവസരങ്ങൾ ഒരുപാട് ലഭിച്ചിട്ടും ലക്ഷ്യം മാത്രം പിഴച്ചു. ആദ്യ മിനിറ്റുകളിൽ ചെന്നൈയുടെ മികച്ച പാസുകളിലൂടെയുള്ള മുന്നേറ്റം ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പറെ പരീക്ഷിച്ചു. പിന്നീട് ഒട്ടനവധി മികച്ച പ്രകടനങ്ങൾ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചു. ചെന്നൈയുടെ ഗോളെന്നുറപ്പിച്ച 40-ാം മിനിറ്റിലെ മുന്നേറ്റം കേരളത്തിന്റെ വലകുലുക്കിയെങ്കിലും ഓഫിൽ കുടുങ്ങി. 42-ാം മിനിറ്റിൽ ഇമ്രാൻ ഖാനിലൂടെ ചെന്നൈ ലീഡെടുത്തു. 51-ാം മിനിറ്റിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ അവസരം ബാറിൽ തട്ടിയകന്നു. 60-ാം മിനിറ്റിൽ ആക്രമണം ഫലം കണ്ടില്ല. 62-ാം മിനിറ്റിൽ നിഹാലിന്റെ അത്യുഗ്രൻ ഹെഡറിലൂടെയുള്ള ശ്രമം പാഴായി. ലീഡെടുത്തതോടെ അവസാന നിമിഷങ്ങളിൽ സമയം തീർക്കാനുള്ള ചെന്നൈയുടെ പല തന്ത്രങ്ങളും ഗാലറിയെ ചൊടിപ്പിച്ചു. ഈ തോൽവിയോടെ പോയിന്റൊന്നും നേടാതെ ബ്ലാസ്റ്റേഴ്സ് 12-ാം സ്ഥാനത്ത് തന്നെ. അതേസമയം കൊച്ചിയിലെ വിജയം ചെന്നൈ ആരാധകർക്ക് ഇരട്ടി മധുരമായി. With our rivals, it is our greatest pleasure to have this victory. In the Southern Derby, we are going happy to home. Chennai! It is our pride to win in their home ground. Chennai! Chennai! ഈ സീസണിൽ ചെന്നൈക്ക് ഇത് ആദ്യ വിജയമാണ്. നേരത്തെ ഒഡീഷയ്ക്കെതിരെ 1-1 സമനില നേടിയിരുന്നു. പോയിന്റ് ടേബിളിൽ 11-ാം സ്ഥാനത്തായിരുന്ന ചെന്നൈയിൻ എഫ്.സി ഇതോടെ 4 പോയിന്റുകളുമായി 8-ാം സ്ഥാനത്തേക്ക് മുന്നേറി. മോഹൻ ബഗാനും ജംഷഡ്പൂർ എഫ്.സിയുമാണ് 4-ൽ 4 വിജയങ്ങളുമായി പോയിന്റ് ടേബിളിൽ കുതിക്കുന്നത്. ജനം, കൊച്ചി.